അതാണ് ഫുള്ളട്ടൺ ഹോട്ടൽ. ഫുള്ളട്ടൺ എന്ന് വെച്ചാൽ പ്രാഥമികമായി പണ്ട് കാലത്തും കോടീശ്വരന്മാർ താമസിക്കുന്ന ഒരു ഹോട്ടൽ. അങ്ങനെ നമ്മൾ സിംഗപ്പൂർ ആ കാണുന്നതാണ് ബോട്ട് വേ. ഈ കടൽ കണ്ട ഈ കടൽ അവിടെയാണ് ഞങ്ങൾ ഇത് ബോട്ട് വേ. അപ്പുറത്ത് സർക്കുലർ റോഡ്, അതിന്റെ അപ്പുറത്ത് ക്ലാർക്ക് വേ. ഈ വൈകുന്നേരം പബ്ബ്, അതാണ് ഈ സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റ് ആ സാധനങ്ങൾ ഇത് മൊത്തം പബ്ബ് പരിപാടിയൊക്കെ കേട്ടോ ഗൈസ്. കുറച്ചുകൊണ്ട് പോവാം. നമ്മൾക്ക് കുറച്ച് അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ വന്ന് നമ്മൾ ഇവിടെ എത്തും. പിന്നെ സിംഗപ്പൂർ റിവർ എന്ന് പറഞ്ഞ പരിപാടി കാണാം. നമുക്ക് ആദ്യം ഹോട്ടലിൽ പോയിട്ട് മെർലൈൻ കണ്ടിട്ട് വരാം. ഓക്കെ, എനിക്ക് ഗൈഡിന്റെ കാശ് തരണോട്ടാ. കാശ് ചോദിക്കുന്നുണ്ട് ഗൈസ്, എന്തെങ്കിലും കൊടുക്കണ. ഇത് കട കണ്ടാ കാലങ്ങളായിട്ടുള്ള കടയാ. $1 ഐസ്ക്രീം, $2 ഐസ്ക്രീം. പക്ഷെ നാട്ടുകാർ മുഴുവൻ മേടിക്കും ചെയ്യും. പക്ഷെ നമ്മുടെ നാട്ടിലെ ഐസ്ക്രീം അല്ല, ഇവിടത്തെ ഒരു സ്റ്റൈൽ ഐസ്ക്രീം. ഇതാണ് ഗൈസ് ലക്ഷറി ഹോട്ടൽ സിംഗപ്പൂരിലെ അല്ലേ? ലക്ഷറിയസ്റ്റ് ഹോട്ടലല്ല, ഒരു മോസ്റ്റ് ലക്ഷറിയസ് ഹോട്ടല്. ഓക്കെ, ഇത് ഇതിന് ചുറ്റും ഫുൾ ഇങ്ങനെ കറങ്ങുമായിരിക്കും. ഇവിടെ ക്രോസിംഗ് ഓഫ് ആക്കിട്ടേക്കുക. അപ്പൊ ഇവിടെ F1 ആയിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ഇവിടെ ഈ റോഡിലായിരുന്നു F1 നടക്കുക. അപ്പൊ ഇതിന്റെ ക്രോസിംഗ് ഇവിടെ ബ്ലോക്ക് ആക്കി ഇട്ടാണെങ്കിൽ ഇവിടെ ഓപ്പൺ ആണ്. ഭാഗ്യം F1 1 വീക്ക് മുന്നോട്ട് ഉണ്ടായിരുന്നു. ഇവിടെ F1 ട്രാക്ക് ആയിരുന്നത് 1 വീക്ക് മുന്നേ. നമ്മൾ കുറച്ച് വരാൻ ലേറ്റ് ആയി. വന്നായിരുന്നെങ്കിൽ അതും കാണാമായിരുന്നു. നമുക്ക് ആദ്യം ആ ബിയർ അടിക്കാൻ പറ്റുമോ? അവിടെ 7 മണി വരെ ഹാപ്പി അവർ ആണ്. ഓക്കെ, അപ്പൊ അവിടെ നല്ല സ്പൈസിയസ്റ്റ് ഇത് കിട്ടും. എന്ത് വിങ്സ് കിട്ടും. മനസ്സിലായി. അടിപൊളി സാധനം. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നാണ് വരിക. അത് ഫ്ലയർ, സിംഗപ്പൂർ ഫ്ലയർ അതല്ലേ ഈ കാണണല്ലേ? ഇത് MDS മറൈന ബേ സാൻഡ്സ്. ഇതാണ് മെർലൈൻ. പൊളി. ഇതാണ് സിംഗപ്പൂരിന്റെ മെയിൻ അട്രാക്ഷൻ. ഇതിന്റെ പേരെന്താ? മെർലൈൻ. ആ 3 കാണുന്നത് ഹോട്ടലുകളാണ് അല്ലേ? പിന്നെ മുകളില് സ്വിമ്മിംഗ് പൂള്, മറ്റേ എന്താ പറയാ റെസ്റ്റോറന്റുകള്, ബാറ് പരിപാടികളാണ് അതിന്റെ മുകളില്. അവിടെ ഏറ്റവും എഡ്ജിലാണ് ഇൻഫിനിറ്റി പൂള്. എവിടെ ആൾക്കാർ നിങ്ങൾ നോക്കിയാ? നമ്മുടെ ഗൈഡ് ഭയങ്കര കാശൊന്നും ഇടിയോ? ഇത് ഫ്രീയാ, ഫ്രീ സർവീസാ. നമുക്ക് എന്തെങ്കിലും ദാഹജലം. യെസ്, ദാഹജലം തരൂ. ഇതാണ് സിംഗപ്പൂരിലെ എന്താ ശരിക്കും ലോഗോ ഇങ്ങനത്തെ ആണോ? അല്ലല്ലോ, മെയിൻ ആയിട്ട് ഇതാണല്ലോ അല്ലേ? സിംഗപ്പൂരിന്റെ ഇതിലുണ്ടല്ലോ എല്ലാത്തിലും. അതന്നെ സിംഗപ്പൂരിൽ നിന്ന് അടിക്കുമ്പോ ആദ്യം വരണത് ഗൂഗിളിലൊക്കെ വരണ ഇതാ. എന്താ പേര്? മെർലയോൺ. നമ്മളിവിടെ ബുക്ക് ചെയ്യണം, എന്നാലാണ് നമുക്ക് അവിടെ പോയിരിക്കാൻ പറ്റുള്ളൂ. ഹാപ്പി അവർ ഇവിടെ 30 ഓർഡറാണ് ഇവരെ എനിക്കിന്. 2 എനിക്കിന് വൻതായിട്ടോ കാശ് കൂട്ടി കാര്യങ്ങളൊക്കെ തോന്നാല്. പറ്റൂ നമുക്ക് ടേബിൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേബിൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഐറ്റം എത്തി. ഇതെന്തൊക്കെയാ? ഇത് ഇത് മറ്റേ ലെവൽ 3 സ്പൈസി അല്ലേ? എന്താ ഐറ്റം? ഇത് വിങ്സ്. ഗൈസ് അങ്ങനെ വിങ്സ് പറഞ്ഞു. നല്ല സ്പൈസി ആണ് അവൻ പറഞ്ഞിരിക്കുന്നത്. സ്മെല്ലേ ആ സ്മെല്ല് മോനെ, ഏതാ വൈബ്, പൊളി വൈബ്. എരിയുള്ള വിങ്സ് ചീസിലൊന്ന് മുക്ക. ഗൈസ് എന്റെ അമ്മോ, ലെവൽ 3 വരുമല്ലേ? അപാര വരുവാണ്. ലെവൽ 3 ആണ് ഞാൻ പറഞ്ഞത്. ഞാനേ കൈ കൊണ്ട് കഴിക്കാൻ പോവാ ഗൈസ്. ഇതെങ്ങനെ എടുക്ക? സോസിൽ നന്നായി മുക്കണം. ചുണ്ടൊക്കെ കത്തണല്ലേ? അന്തകടാൻ കരിഞ്ഞു. ഗൈഡിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. സാധനം അടിപൊളിയല്ലേ? ഓഹോ, എന്നോട് ഞാൻ ചോദിച്ചാൽ കഴിക്കാൻ പറ്റുമോന്ന്. അതല്ല, നല്ല രസമുള്ളതാണ്. മറ്റേ സംഭവല്ലേ നമ്മൾ എരിവ് എന്നിട്ട്, അതല്ല ഈ ചെവി കൂടെ ഒക്കെ ഇങ്ങനെ
താങ്ക് യു. ഇത് പോണ രീതിയില് പിന്നെ എത്രയാവോ പുക പോണ രീതിയിലുള്ള ഫീല്. നല്ല രസമുണ്ട്. ചെവിന്ന് എന്തോ തെറിച്ചു പോണ ഒരു അവസ്ഥ. ലെവൽ 2 പറഞ്ഞാൽ തരുന്നത് അല്ലല്ല എടാ നമ്മള് നല്ല എക്സ്പീരിയൻസ് ചെയ്യണല്ലോ. ലെവൽ 2 പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഓ ലെവൽ 3യുടെ ഒരു എന്തായിരിക്കും എന്നുള്ള സാധനം പറയും. ലെവൽ 3 പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ പറയുന്നില്ലല്ലോ. അപ്പൊ ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി ജന്മം ഉണ്ടെങ്കിൽ മേടിക്കില്ല. ഷിപ്പിന്റെ ഷേപ്പുള്ള ഹോട്ടൽ ഉണ്ടല്ലേ MBS അതിന്റെ പേര്. അവിടേക്കാണ് നമ്മൾ പോണത്. കാസിനോ അവിടെയാണ്. കാസിനോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത്. കാസിനോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണേനെ പിന്നിൽ വേറൊരു കഥയുണ്ട്. ചിലപ്പോൾ കളിക്കുള്ളൂ. എനിക്കിത് കാണാൻ വേണ്ടി പോണാണ്. അതിന് പിന്നീട് കാണാൻ പോണേല് എനിക്ക് അത്ര ആഗ്രഹമുള്ളതിന്റെ ഒരു കാര്യം വേറെ ഒന്നുണ്ട്. അത് ഞാൻ പറയാം, അവിടെ പോകുമ്പോ പറയാം. ഇപ്പൊ അണ്ണാക്ക് കഴിഞ്ഞിട്ട് വയ്യ. അങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട്. കാരണം എരിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മതി എന്ന് പറയുന്നത്. ഇത് മതി എന്ന് പറയാൻ മതിയല്ലോ. ഗൈസ് ഹാപ്പി അല്ലേ? ഹാപ്പി. കണ്ണീന്നൊക്കെ വെള്ളം തന്നില്ലടാ. ആൾക്കാർ കഴിക്കണ്ടാവും. കാശ് മുടക്കി ഇത്രയും എരിവുള്ള സാധനം മേടിച്ച് പ്രാന്താണോ? ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്റെ പൊന്നു ഗൈസ്, ഞാൻ ആ സ്പൈസിയുടെ സാധനം ഇപ്പൊ കഴിച്ചിറങ്ങിയുള്ളൂ. എന്നെ കൊണ്ട് കഴിപ്പിച്ചവൻ. പക്ഷെ ഞാൻ എല്ലാവരുടെ അടുത്തൊരു കാര്യം പറയാം, 1 ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പൊ സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. പക്ഷെ ഒരു വട്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ഫീൽ അറിയണം. നമ്മൾ എരിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫീൽ അറിയണം. അത് നല്ലൊരു ഫീലാണ്. ഇതേ അറിഞ്ഞു. 3 ലിറ്റർ വെള്ളം കുടിച്ചു. ഞങ്ങൾ അടിച്ച ജിന്നല്ല അടിച്ച ജിന്നൊക്കെ ഏതോ വഴിക്ക് പോയി. ജിന്നിന്റെ ഒരു തരി എഫക്റ്റ് പോലും മേത്ത് കയറിയില്ല. കാരണം 3 ലിറ്റർ വെള്ളം കുടിച്ചേ, തണുത്ത വെള്ളം. അതും കഴിഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. നമ്മളിനി പോകുന്നത് അവിടേക്കാണ്. അതിന്റെ അടിഭാഗത്തോട്ട് ആ പോർഷനിലേക്ക് നമ്മളിങ്ങനെ കറങ്ങിയിട്ട് വേണം ചെല്ലാൻ. നമ്മൾ ഫുള്ളട്ടൺ ഹോട്ടലിലേക്ക് ശരിക്കും കടത്തി വിടൂല. കയറാൻ പറ്റുമോ നോക്കാം. യെസ് ഗൈസ്, നമുക്ക് ആ ഹോട്ടലിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാൻ വേണ്ടി കയറാൻ പറ്റുമോ നോക്കാം. കിട്ടി പോയാ പോയി. ഗൈസ് നമ്മൾ ഹോട്ടലിന്റെ ഉള്ളിൽ കയറി. ഇതാണ് ഹോട്ടല്. മോനെ എങ്ങടാ കയറണേ? പുറത്തേക്ക് പോണ്ടേ? ഓ പുറത്തേക്ക് ഇതിലാണോ? ഇതാണ് നമ്മുടെ ലക്ഷറി ആയിട്ടുള്ള സിംഗപ്പൂരിലെ ഒരു ഹോട്ടൽ. പ്രശ്നമാവോ വീഡിയോ എടുക്കുന്നതൊക്കെ? ലോബിയാണോ? റെസ്റ്റോറന്റ്. നമ്മളങ്ങനെ ഉള്ളിൽ കയറി. അയാൾ നോക്കണ്ടല്ലോ. പുറത്തേക്ക് ഇറങ്ങി. പുള്ളി നമ്മളെ നോക്കിയില്ലോ. പുള്ളി നമ്മളെ നോക്കിക്കണ്ട. എടാ നമ്മള് കാൽത്തരിവാസികളെ പുള്ളിക്ക് മനസ്സിലായി. അയ്യോ ഞാന് മെയിൻ അട്രാക്ഷൻ. യെസ്, മറ്റേ പബ്ബ് പരിപാടികളല്ലേ? നമ്മളാ പബ്ബുള്ള സ്ഥലത്തേക്കൊക്കെ നിങ്ങൾ നടക്കാൻ പോട്ടോ, കാണിച്ചു തരാം. ഇതാണ് ബോട്ട് വേ. നമ്മൾ ആ സ്ഥലത്തെത്തി. 2 സൈഡിലും റെസ്റ്റോറന്റുകളും അതുപോലെ ഈ റെസ്റ്റോറന്റിന്റെ സീറ്റിംഗ്സ് അല്ലേ? നല്ല വൈബുണ്ട് അവിടെ നടക്കാൻ. സൺഡേ കാരണം തിരക്ക് ഭയങ്കര കുറവാടാ. വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ളി പാക്ഡ് ആയിരിക്കും. ഇത് വീട്ടിലേക്ക് പറ്റൂടാ ഗായ്സ്. ലൈവ് ഞണ്ട്. ഓ ഇപ്പൊ പിടിച്ചു പറക്കാം. ഫിഷ് എല്ലാം ഉണ്ട്. കിടിലം വൈബിട്ടെ ഇവിടെ. കൊള്ളാം. ഇത് ഞണ്ടല്ലേ? നമ്മള് അടിപൊളി സ്ഥലം. നമ്മള് വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ 5-6 പേരുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരിക്കും. ഫുഡ് ഓർഡർ ചെയ്യും, 2 കുപ്പി ഓർഡർ ചെയ്യും. മൂടല്ലേ? അത് ശരിയാ. കൊള്ളാം. കിടിലം സ്ഥലം. ഇത് ഇന്ത്യൻസ്. ഇത് മോസ്റ്റ്ലി ഈ സൈഡില്ലേ, ഈ സൈഡിൽ മോസ്റ്റ്ലി ഫുഡ്, റെസ്റ്റോറൻറ്റ്സ്, ബാറ്. അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ബ്, ഫുഡ്, ഡ്രിങ്ക്സ്, ഇതൊക്കെ തന്നെ. പക്ഷേ നല്ല പാക്ഡ് ആയിരിക്കും 2 സ്ഥലവും. ഞങ്ങളിവിടുന്ന് ഡൈവേർട്ട് ചെയ്യാണ്. ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് കിടന്നു. ഇവിടെ വന്നപ്പോ ഒരു ഹൈലക്സ് കണ്ടതാ, ബ്ലാക്ക്. ഇതിലേ പോകാൻ പറ്റുമോടാ? നടക്കാൻ പറ്റുമോ?
കുഴപ്പമില്ല. ബ്ലാക്ക് ഹൈലക്സ് ഇവിടെ ഇത് കുറവാണോടാ വണ്ടി ഹൈലക്സ്? ഇതൊക്കെ കുറവാണ്. റോണിച്ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി തന്നെയാണ് റോണിച്ചേട്ടൻ അടിപൊളി ബ്ലാക്കിനേക്കാളും. ഗൈസ് അതുപോലെ ഇവിടെ നമുക്കൊരു പരിപാടി ഉണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയാ റെസ്റ്റോ ബാറ് അല്ലേ, ബാർ എല്ലായിടത്തും നമുക്ക് പോയിട്ട് നമുക്ക് ബോട്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ബോട്ടിൽ മേടിക്കുക അവിടെ വെക്കുക. നമ്മൾ അടിച്ചത് കുറച്ചടിച്ചിട്ട് ബാലൻസ് വീട്ടിൽ അവിടെ വെക്കുക. അവിടെ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്കൊരു $60 ഒരു ബോട്ടിൽ മേടിച്ചിട്ട് ഒരു കുറച്ചടിച്ചു. ആ അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് അവിടെ തന്നെ വെക്കാം. ഈ ഏരിയയിൽ $60 ബോട്ടിൽ കാണിച്ചു തരും. ബോട്ടിൽ കാണിച്ചു തരും എന്നുവെച്ചാ ഒരു 120 സ്റ്റാർട്ടിങ് ആയിരിക്കും. ഓ അങ്ങനെ ബോട്ടിൽ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് 3 മാസം വരെ പാർക്ക് ചെയ്യാം. ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടിക്കാം. അപ്പൊ നമുക്ക് അവിടെ ഒരു റിസർവ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കും. അത് നല്ലൊരു പരിപാടി കേട്ടാ. വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അടിക്കുന്ന പരിപാടി. അത് കൊള്ളാം. ഇപ്പൊ അറിയാം ഇവൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന്. കൂടെ നടന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇവനെ ഒന്ന് കൊല്ലും. എന്തായിരുന്നു പേര്? ഷെബാനോ? എന്തായിരുന്നു പേര്? സെബാൻ വ്ലോഗ്സ്. അടിക്ക്, ഞാൻ അടിച്ചേരാ. അങ്ങനെ അടിച്ച കിട്ടടാ. ഞാൻ അടിച്ച ഞാൻ ഇൻസ്റ്റയില് ചെയ്തിട്ടുള്ള. നീ വെയിറ്റ് ഇപ്പൊ തരാം. ദൈവമേ നാണം കെടുത്തല്ലടാ. എന്തോടത്? ഞാൻ ചെയ്തിട്ടുള്ള എന്തോടത്? ബെല്ലേക്കണോടാക്കി പറയും അതുകൊണ്ടാണ് നീ കാണാത്തെന്ന്. മാറി എന്റെ ഒരു വീഡിയോസ് എന്ത് പറയാ, എന്റെ വീഡിയോസ് കണ്ടു. ഇപ്പൊ ചോദിച്ചപ്പോ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ ഷോർട്സുകളെ റീൽസുകളെ കാണാറുള്ളൂ. യൂട്യൂബ് ഒക്കെ നോക്കാം. കൂട്ടുകാരന്മാരെ ഒരു വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യണ്ടാ. എന്തുവാടാ ഞാൻ എല്ലാം പറഞ്ഞു തരല്ലേ നിന്റെ വീഡിയോസിനെ പറ്റി. എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും നാറി ഇവനെ പോലെ ആവരുത്. നിന്റെ ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യാൻ ചോദിക്കണം. ഞാൻ നോക്കിയായിരുന്നു. നീ ചെയ്യിച്ചു ചേട്ടനും ചെയ്തിട്ടുണ്ട്. നമ്മളത് ഇവിടെ മെട്രോ സിറ്റി ഇറങ്ങിപ്പോണ്ടിരിക്കുന്ന സമയത്ത് കണ്ടൊരു വ്യൂ ആണ്. ഇതാ ഫുൾ ഗ്ലാസ്. ഇവിടെ കുറെ പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. പ്രാക്ടീസ്. നമ്മളിപ്പോ MBS എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിന്റെ ഫ്രണ്ടിലാണുള്ളത്. നമ്മൾ അവിടെ നിന്ന് കയറി വന്നു. ഫോണിന്റെ ചാർജ് കഴിഞ്ഞുകൊണ്ട് ഞാനേ പവർ ബാങ്ക് പറഞ്ഞപ്പോൾ റെന്റിന് എടുത്തിട്ട് കുത്തിയിട്ടേക്കാണ്. അതുകൊണ്ട് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് സൗണ്ടിനൊക്കെ ചിലപ്പോൾ ക്വാളിറ്റി കുറവുണ്ടാവും. ഇവിടെ നമുക്ക് ഇപ്പോൾ ആൾക്കാരൊക്കെ നിൽക്കണുണ്ടോ താഴെ? ഇവിടെ ചെറിയൊരു വാട്ടർ ഷോ നടക്കും. ഇത് കണ്ടോ ആ പോർഷനിൽ? അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കണേ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വേൾഡിൽ തന്നെ നമ്മുടെ ആപ്പിളിൻ്റെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഡോം സ്റ്റോറ്. അത് സിംഗപ്പൂരാണുള്ളത്. ബേസ്മെൻറ്റ് 2 പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അകത്ത് നിന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഇതാണ് ഇവിടെ നിന്നുള്ള എൻട്രൻസ്, ആപ്പിളിൻ്റെ സ്റ്റോറിൻ്റെ എൻട്രൻസ്. യെസ് 17 Pro Max അവിടെ. എയർ ഓ ഭയങ്കര സ്ലിം, വെയിറ്റും ഇല്ല കേട്ടോ. കൊള്ളാം. 17 Pro Max. നശിപ്പിച്ചു ഗൈസ്. നമ്മളിനി മുകളിലേക്ക് കയറാൻ പോണ്. ഫ്ലോട്ടിങ്ങിൻ്റെ അവിടേക്ക് കയറുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. കയറി ചെല്ലുമ്പോഴുള്ള വ്യൂ നമുക്ക് കാണാം. യെസ് ഗൈസ്, ഇതാണ് സംഭവം. എന്താ വേണ്ടത്? ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പറയണ പോലെ ആണ് സ്റ്റോറ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇവിടെ വന്നിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലും കയറി. ഞാൻ മുന്നേ വന്നപ്പോൾ കയറിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അന്ന് ഇതുപോലെ വീഡിയോ ഒന്നും എടുക്കാനുള്ള പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ആൽവിൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ഏതാണ് നോക്കണേ?
എയർ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇത് നമ്മളെവിടേക്ക് പോകണം? കാസിനോ. ഇനി പോകുന്നത് സിംഗപ്പൂർ കാസിനോ. അതിന്റെ പിന്നിലെ കഥ ഇപ്പൊ പറഞ്ഞുതരാട്ടാ. താഴോട്ടൊന്നും അറിയില്ല. അല്ല വേണ്ട, ഇപ്പൊ തന്നെ പറയാം. പണ്ട് 2017 ആ ഒരു സമയത്ത് സിംഗപ്പൂർ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കത് 18 വയസ്സായിട്ടില്ല, 16 17 ആ ടൈമിലാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ, അപ്പൻ, അമ്മ, ചേച്ചി ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് വന്ന ടൈമിൽ എനിക്ക് 18 വയസ്സാവാത്തത് കൊണ്ട് കാസിനോയിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ വീട്ടുകാരെല്ലാവരും കയറി. അന്ന് തൊട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഇവിടുത്തെ കാസിനോയിൽ കയറാൻ പറ്റാതെ പോയ കാസിനോയിൽ. നമുക്ക് മലയാളികൾക്കുള്ളൊരു സംഭവമാണ്, നമുക്ക് പറ്റാതെ പോയ കാര്യങ്ങൾ, നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കയറണം എങ്ങനെയെങ്കിലും. ആ ഒരു ആഗ്രഹത്തിൽ ഞാൻ ഇന്ന് ഇറങ്ങിയതാണ് മെയിനായിട്ട്. കളിക്കണമൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറിയത് എന്താ സംഭവം ഒന്ന് കാണണം എനിക്ക്. ഇല്ല, കഥ കഴിഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്. വൈ ഇത്രയും പ്രതീക്ഷയും ആകാംക്ഷയും പിന്നെ ഇന്ന് കേറിട്ട് തന്നെ കാര്യം കേറും നമ്മള്. അപ്പൊ ആ ഒരു എനിക്കൊരു എക്സൈറ്റ്മെന്റ് അല്ല ഞാൻ പറയണത്, എനിക്ക് അന്ന് കയറാൻ പറ്റാത്തതിന്റെ പേരിലുള്ള ഒരു സംഭവം അന്ന് വിഷമം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് പുറത്തൊറ്റയ്ക്ക് വെയിറ്റ് ചെയ്ത് നിന്നു. ഇവര് പോയി ഉള്ളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ എവിടേക്ക് കയറാൻ പോവാണ്. അപ്പൊ ഗൈസ്, അതിനുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുമോ? പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ കയറിയിട്ടേ വരാം. നമ്മള് കാസിനോടെ ഫ്രണ്ടിലെത്തി കയറാൻ പോവാണ്. ഉള്ളിൽ ഫോട്ടോഗ്രാഫി നടക്കുമെന്ന് അറിയില്ല, നോക്കാം. ബാഗ് ഡെപ്പോസിറ്റ് ഉണ്ട് ഗൈസ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി പറ്റില്ല, ഒന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതാ അതെ, ഇവള് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഗേൾഫ്രണ്ടാണിത്. അപ്പൊ നമ്മള് ഇപ്പോ മെക്ഡിയിൽ വന്നേക്കാണ്. ഇനി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് അടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇവരുടെ വീട്ടിലേക്ക്, ഞാൻ എൻ്റെ വീട്ടിലേക്ക്. ശരിക്കും വയ്യാണ്ടായി. നമ്മുടെ ഫുഡ് വന്നു. യെസ്, ഇത് ഏതാ? ബട്ടർ മിൽക്ക് ക്രിസ്പി ചിക്കനോ? നിന്റെ തന്നെയാണോ? റാപ്പ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കഴിയാണ്. അപ്പൊ ഗൈസ്, അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.